ഇസ്രയേലിലെ ബെൻ ഗുറിയോൺ വിമാനത്താവളത്തിൽ ഹൂത്തികളുടെ മിസൈൽ ആക്രമണം 6 പേർക്ക് പരിക്ക്. യമനിൽ നിന്ന് ഹൂത്തി വിമതർ തൊടുത്തുവിട്ട ബാലിസ്റ്റിക് മിസൈലാണ് വിമാനത്താവളത്തിനടുത്ത് പതിച്ചത്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ പരാജയപ്പെട്ടതിൽ ഇസ്രയേൽ അന്വേഷണം പ്രഖ്യാപിച്ചു. ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തെ തുടർന്ന് ബെൻ ഗുറിയോൺ വിമാനത്താവളം 1 മണിക്കൂറോളം അടച്ചിട്ടെങ്കിലും പ്രവർത്തനം പിന്നീട് പുനരാരംഭിച്ചു. വിമാനത്താവളത്തിലേക്കുള്ള പ്രവേശന റോഡിനോട് ചേർന്നുള്ള പൂന്തോട്ടത്തിലാണ് മിസൈൽ പതിച്ചത്. മിസൈൽ പതിച്ചതിനെ തുടർന്ന് 25 മീറ്റർ ആഴത്തിലുള്ള ഗർത്തം രൂപപ്പെട്ടു. ഇസ്രയേൽ വ്യോമസേനയുടെ വ്യോമ പ്രതിരോധ സംവിധാനം മിസൈൽ തടയുന്നതിൽ പരാജയപ്പെട്ടെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഗാസയിലെ ജനങ്ങൾക്കെതിരെ വംശഹത്യ നടത്തുന്ന ഇസ്രായേൽ നടപടിക്കെതിരായ പ്രതിഷേധമാണിതെന്ന് ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഹൂത്തി വിമതർ അറിയിച്ചു. സംഭവത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പ്രതിരോധ മന്ത്രിയുമായും ഉന്നത സൈനിക മേധാവികളുമായും ചർച്ച നടത്തി. മിസൈൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ വിമാന കമ്പനികൾ ടെല്ലവീവിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കി. ഡൽഹിയിൽ നിന്ന് ടെല്ലവീവിലേക്ക് പുറപ്പെട്ട വിമാനം അബുദാബിയിലേക്ക് വഴിതിരിച്ചുവിട്ടു. എയർ ഇന്ത്യയുടെ AI-139 വിമാനം ടെല്ലവീവിൽ ഇറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പാണ് മിസൈൽ ആക്രമണം ഉണ്ടായത്. ഇതേ തുടർന്ന് ജോർദാന്റെ ആകാശ പരിധിയിൽ നിന്നാണ് വിമാനം തിരിച്ചു പറന്നത്. മെയ് 6 വരെ ടെല്ലവീവിലേക്കും തിരിച്ചുമുള്ള എല്ലാ സർവീസുകളും റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു. യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനമെന്നും എയർ ഇന്ത്യ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, അമൃത TV.